ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ പാലക്കാടുമുണ്ട് നാലമ്പലം. തൃശ്ശൂർ ജില്ലയിലാണെങ്കിലും പാലക്കാട് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന തിരുവില്വാമലയിലെ വില്വാദ്രിനാഥ ക്ഷേത്രമാണ് ഇത്. വില്വാമലയുടെ പടിഞ്ഞാറേ അറ്റത്ത് കരിങ്കല്ലുകളാൽ നിർമ്മിച്ച ഇരട്ട ശ്രീകോവിലുകൾ. പടിഞ്ഞാറ് ദർശനമായി ശ്രീരാമചന്ദ്രസ്വാമി, കിഴക്ക് വശത്ത് ലക്ഷ്മണസ്വാമി, അകത്ത് ഉപദേവനായിട്ട് ശ്രീ ഗണപതിയുമുണ്ട്. കർക്കിടക മാസം മുഴുവൻ ഉച്ചയ്ക്ക് പ്രസാദമൂട്ടുണ്ട് ഇവിടെ. രാമായണ പാരായണവുമുണ്ട്. താഴെ ശ്രീ കുണ്ടിലയ്യപ്പൻ കാവ് അയ്യപ്പ ക്ഷേത്രമാണ്. മഹാദേവൻ, പാർവതി ദേവി, നാഗദേവങ്ങൾ എല്ലാവരെയും കണ്ടു വണങ്ങാം. തിരുവില്വാമലയിലാണ് പുനർജനി ഗുഹയും സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് മുകളിലേക്ക് കയറി പ്രദക്ഷിണം വയ്ക്കാം. പ്രസാദങ്ങൾ ഇവിടെ നിന്നും വാങ്ങാം. ഇത് ഗുരുവായൂരപ്പനാല്. ഗുരുവായൂരിലെ മഞ്ജുളാലാണ് ഓർമ്മ വരുന്നത്. ദശരഥപുത്രന്മാരായ ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ദർശനത്തിനെയാണ് നാലമ്പല ദർശനം എന്ന് പറയുന്നത്. പാലക്കാട് ജില്ലയിലാണെങ്കിൽ ഒരു പകലിന്റെ പകുതി മതി ആദ്യ ക്ഷേത്രത്തിൽ നിന്നും നാലാമത്തെ ക്ഷേത്രത്തിലെത്താൻ. ഈ നടക്കലാണ് ലക്ഷ്മണസ്വാമി. ഇതിനെതിർവശത്ത് ഹനുമാൻ സ്വാമിയുമുണ്ട്. തിരുവില്വാമലയിലെത്തിയാൽ രാമസ്വാമിയെ കാണാം, ലക്ഷ്മണസ്വാമിയെ കാണാം, ഹനുമാൻ സ്വാമിയെ കാണാം, പിന്നെ കുണ്ടിലയ്യപ്പൻ, സരസ്വതി ദേവി എന്നിവരെയൊക്കെ കാണാം. ഇവിടെ നിന്നും ഇറങ്ങിയാൽ നമുക്ക് ഭരതക്ഷേത്രത്തിലേക്കും ശത്രുഘ്ന ക്ഷേത്രത്തിലേക്കുമാണ് പോവേണ്ടത്. ഇവിടെയാണ് സരസ്വതി ദേവിയുടെ സാന്നിധ്യം. ഇവിടെ എത്തുന്നവർ പലരും കല്ലുകൾ അടുക്കി വയ്ക്കുന്നത് കാണാം. ആഗ്രഹ സാഫല്യത്തിനാണത്രേ അങ്ങനെ ചെയ്യുന്നത്. ഞങ്ങൾ 5 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കൃത്യം 6 മണിക്ക് തിരുവില്വാമലയെത്തി. രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കയ്യിൽ കരുതിയിട്ടുണ്ട്. നാലമ്പല ദർശനം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സമയം 7:45. ക്ഷേത്രങ്ങൾക്കിടയിലുള്ള ദൂരം വെറും 25 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇത് തിരുവില്വാമലയിലുള്ള പറക്കോട്ടുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. അത്യുഗ്ര ദേവതയായ ഭദ്രകാളിയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. കൂടാതെ ഉപദേവതകളായി ഖണ്ഡാകർണൻ, ഭൈരവൻ, ഗണപതി, അയ്യപ്പൻ എന്നിവരും കുടികൊള്ളുന്നു. വില്വാദ്രിനാഥ ക്ഷേത്രത്തിന്റെ തെക്കുപടിഞ്ഞാറായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു ക്ഷേത്രക്കുളവും കാണാം. ചുറ്റും കാട് പോലെയുണ്ട്. ഈ കാണുന്നത് പാലമരമാണത്രേ. 8 മണി ആവുമ്പോഴേക്കും നമ്മൾ ഇവിടെ നിന്നും തൊഴുതിറങ്ങി. അടുത്ത ലക്ഷ്യം പുൽപ്പൂരമന്നം ഭരതക്ഷേത്രം. കുഴൽമന്നത്തിനടുത്താണ് പുൽപ്പൂരമന്നം ഭരതക്ഷേത്രം. മെയിൻ റോഡിൽ നിന്നും കുറച്ചകത്തേക്ക് നടന്നു പോവണം. വളരെ മനോഹരമായൊരു സ്ഥലമാണ്. നമ്മുടെ നാട്ടിൽ പനയും പാടവും പച്ചപ്പും കുളങ്ങളും ഒക്കെയുണ്ട് ഇവിടെ. ഞങ്ങൾ ഈ നാട്ടുകാരാണ് കേട്ടോ. ഇതാണ് ക്ഷേത്രക്കുളം. എന്തൊരു ഭംഗിയാണെന്ന് നോക്കൂ. മനസ്സിന് വല്ലാത്തൊരു ശാന്തതയാണ് ഇവിടെ വന്നാൽ കിട്ടുന്നത്. കേരളത്തിലെ അപൂർവം ഭരതക്ഷേത്രങ്ങളിൽ ഒന്നാണ് കുഴൽമന്നം ഭരതക്ഷേത്രം. ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടത്രേ. ഈ ക്ഷേത്രത്തിന്റെ പഴയൊരു ഫോട്ടോ കാണാനിടയായി. ജനകീയ കൂട്ടായ്മയാണ് ക്ഷേത്രത്തിന് ഇന്നത്തെ അവസ്ഥയിലെത്തിച്ചത്. മന്ദസ്മിതത്തോടെ നിൽക്കുന്ന ഭരതന്റെ ചതുർബാഹു പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ഉച്ചയ്ക്ക് ഇവിടെ കഞ്ഞിപ്പാർച്ചയുണ്ട്. ഭരതക്ഷേത്രമൊക്കെ ഒന്ന് തൊഴുത് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. ഇവിടെ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ കഴിഞ്ഞാൽ കൽക്കുളം ശത്രുഘ്നസ്വാമി ക്ഷേത്രമായി. കുഴൽമന്നത്തിൽ നിന്ന് 3 കിലോമീറ്റർ അടുത്തുള്ള കുത്തനൂർ കൽക്കുളം ശത്രുഘ്ന ക്ഷേത്രത്തിനും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് വിശ്വാസം. ദേശകമ്മിറ്റിക്കാർ ചേർന്ന് പുനരുദ്ധാരണം ചെയ്തതാണ് ഇപ്പോൾ. ഇവിടെ ഇപ്പോൾ പല ജില്ലകളിൽ നിന്നും ഭക്തരെത്താറുണ്ട്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കുടുംബത്തിനും ഇതൊന്ന് ഷെയർ ചെയ്യണം. ഇവിടെയും ഉച്ചയ്ക്ക് പ്രസാദൂട്ടുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ചേച്ചിമാർ. ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ സമയം 9:30. നമ്മൾ കൊണ്ടുവന്ന ഭക്ഷണം ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള പെർമിഷൻ അവർ തന്നു. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. കമന്റ് ഇടാനും മറക്കരുത്. അമ്പലത്തിനടുത്തൊരു സ്കൂൾ ഉണ്ട് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.